നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ, കിന്നരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവിൻ. 10 കമ്പിയുള്ള വീണമീട്ടി കർത്താവിന് കീർത്തനം ആലപിക്കുവിൻ. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. സങ്കീർത്തകൻ്റെ ഓരോ വാക്കും സഫലമാവുകയാണ് ഫീസ്റ്റ എന്ന ഈ പ്രോഗ്രാമിലൂടെ. കലാകാരൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. കാരണം കല ദൈവിക ദാനവും ജീവിതാവിഷ്കാരവുമാണ്. സൂര്യകിരണങ്ങൾ പോലും ഭൂമിയിലേക്ക് പതിക്കാൻ മടിച്ചു നിൽക്കുന്ന ഇരുണ്ട കാലത്തിലേക്കാണ് കുന്നും മലയും കയറി അവർ തങ്ങളുടെ ജീവിതം നട്ടുപിടിപ്പിച്ചത്. കാടിനോടും കാട്ടുമൃഗങ്ങളോടും ദ്വന്ദ്വയുദ്ധം നടത്തി തങ്ങളുടെ നാടിനെ പടുത്തുയർത്തിയ ഈ ജനതയ്ക്ക് പക്ഷേ നഷ്ടക്കണക്കുകൾ മാത്രമേ നിരത്താനുണ്ടായിരുന്നുള്ളൂ. ക്രിസ്തുവെന്ന സ്നേഹമയി ഭാവം പൂണ്ട വലിയ സംരക്ഷണത്തിൻ്റെ തണലിൽ നഷ്ടക്കണക്കുകൾ അവർ മറന്നു. ഇല്ലായ്മയുടെ വറുതിയിലും ഈ ജനത ഒരുമിച്ച് നിന്നു. അമ്പലവയൽ എന്ന ഗ്രാമത്തിൻ്റെ നിറദീപമായി അവർ ഇവിടെ പ്രതിഷ്ഠിച്ചത് തിരുഹൃദയത്തിൻ്റെ തേജസ്സായിരുന്നു. ഇന്ന് ഈ നാടാകെ നിറയുന്ന തേജോമയീ ഭാവം ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിൻ്റെതാണ്. ഇല്ലായ്മയിൽ നിന്നും അവർ പടുത്തുയർത്തിയത് വിശ്വാസത്തിൻ്റെ തീഷ്ണഭാവമായിരുന്നു. ഇന്ന് ഫാദർ മെജോ എന്ന നല്ല ഇടയൻ്റെ സംരക്ഷണത്തിൽ ഈ അജഗണങ്ങൾ ആത്മീയ പൂരിതരാകുന്നു. പാടുന്നവൻ ഇരട്ടി പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തകൻ പറയുന്നത് പോലെ, അവിടുത്തെ കീർത്തനങ്ങൾ പാടാനല്ലാതെ എൻ്റെ അധരങ്ങൾ മറ്റെന്തിനാണ് ഉപകരിക്കുക? ദിവ്യകാരുണ്യമായി നാഥൻ അണയുമ്പോഴുള്ള ആനന്ദം പങ്കുവെക്കാനെത്തുന്നു ഷിജു.
ദിവ്യകാരുണ്യമാ നാഥനണയുമ്പോ എന്തോരാനന്ദം ഉള്ളിൽ വാഴുവാനവൻ നാവിലലിയുമ്പോ എന്തോരാമോദം. ഹൃദയവാതിൽ തുറന്നു ഞാൻ കാത്തു നിന്നിടാൻ, നീ തൊടുമ്പോൾ ഹൃദയനൊമ്പരം പോയി മറഞ്ഞിടും. അരികിലെങ്ങും കാവലായി നീ വരേണമേ, നീ വരുമ്പോൾ എൻ്റെ ജന്മം ധന്യമായി തീരും. ഭാഗ്യമേ എൻ്റെ ഉള്ളിൽ നീ നിറഞ്ഞിടൂ. ദിവ്യകാരുണ്യമാ നാഥനണയുമ്പോ എന്തോരാനന്ദം ഉള്ളിൽ വാഴുവാനവൻ നാവിലലിയുമ്പോ എന്തോരാമോദം. കാഴ്ചയായൻ ഹൃദയനോവുകളേകിടും നിധാ, അപ്പമായി മുറിയുന്ന സ്നേഹമേ യേശുവേ. ദിവ്യകാരുണ്യമാ നാഥനണയുമ്പോ എന്തോരാനന്ദം. യൂദിത്ത് എന്ന സ്ത്രീയുടെ ധീരതയിലൂടെ ഇസ്രായേൽ ജനം തൻ്റെ ശത്രുക്കളുടെ മേൽ നേടിയ വിജയത്തിൻ്റെ കഥയുമായി ദൈവപരിപാലനയുടെ ഉത്തമ ഉദാഹരണമായി നമുക്ക് നൃത്തച്ചുവടുകൾ സമ്മാനിക്കുകയാണ് റോസ്ന പി ജോസി. കാലങ്ങൾ കഥ പറയും ജെറുസലേമിൻ താഴ്വരയെ ചൊല്ല്, നന്മയുള്ള ദേശത്തെ മേറാറി വീട്ടിലെ ജുഡിത്ത വിധവയെ കാണാറുണ്ടോ? അവളുടെ പ്രാർത്ഥനകൾ കേൾക്കാറുണ്ടോ? ഉച്ചനീചത്വങ്ങൾ താണ്ഡവമാടിയ അസീറിയായുടെ തന്ത്രങ്ങളാ വെള്ളം കുടിക്കാതെ ദുഃഖദുരിതമായി ഇസ്രായേൽ അന്നു കഴിഞ്ഞ കാലം. ബെത്തുലിയക്കാർക്കും മനാസെ ചെറുക്കനും യഹോവ നൽകിയ സമ്മാനം ജൂഡിത്തെന്നൊരു വീരപുത്രി. അസീറിയ ദേശം വാഴും രാജാവിൻ സൈന്യത്തിലെ ഹോളോഫർണസ് എന്ന കാര്യസ്ഥനൊരു നാൾ ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കാനായി കിങ്കരന്മാരൊത്ത് വന്നൊരു നാൾ. ജനങ്ങളന്ന് വെള്ളത്തിനായി അങ്ങ് നോക്കി നിൽക്കെ പ്രാർത്ഥിച്ചു നിൽക്കുന്ന ജൂഡിത്തിനെ കണ്ടു. വിധവയായി തീർന്നൊരു ജൂഡിത്ത് കാര്യം ഗ്രഹിച്ചപ്പോ വീണ്ടും വിചാരമായി നാട്ടുകാർക്ക്. കോപത്താലന്തയായി മാറിയ ജൂഡിത്ത് ധീരമാ സത്യം ഒഴിഞ്ഞു. ആ ഹോളോഫർണസിനെ ഞാൻ തന്നെ വകവരുത്തും. ശബ്ദം കേട്ട് ഞെട്ടിത്തരിച്ചു പാവമാദേശക്കാർ.
അസിറിയായിലെ വിധിയിലൂടെ ഒളിഞ്ഞും തെളിഞ്ഞും നിലവിളിച്ചും ദാസിയുമായവൾ ഓടിടുമ്പോൾ ആർപ്പുവിളിയോടെ മുന്നിലായെത്തി സൈന്യത്തിൻ കിങ്കരന്മാർ. ഏതോ സൗന്ദര്യധാമത്തെ എന്ന പോൽ ആ ധീര വനിതയെ സ്വീകരിച്ചു. നാലാം ദിനം ഒരു സൽക്കാരത്തിൽ വീഞ്ഞു നുകർന്നു രസിച്ച ശേഷം നിദ്രയെ പൂണ്ടുവാ ഹോളോഫർണസ്. ജൂഡിത്തിൻ പ്രാർത്ഥന ദൈവം കേട്ടു, ശക്തിയാർജിച്ചു അരമുറുക്കിയവൾ പള്ളി മഞ്ചത്തിലേക്ക് ഓടിയെത്തി. തലയ്ക്കു മുകളിൽ തൂങ്ങിക്കിടക്കും മൂർച്ചയേറുന്നൊരു വാളെടുത്തു. പ്രാർത്ഥിച്ചു നിന്നവൾ തെല്ലു നേരം നെഞ്ചോടടുക്കി യാചിച്ചു നിന്നു. കണ്ണുകൾ രണ്ടഗ്നിഗോളങ്ങളാൽ അധികാരാഗ്നി ജ്വലിച്ചു നിന്നു. മുറുകെ പിടിച്ച വാളുമായി ദൈവത്തെ മനസ്സിൽ കൊണ്ടുവന്നു. സകല പാപങ്ങൾക്കും മാപ്പപേക്ഷിച്ച് നെഞ്ചുപൊട്ടി വിലപിച്ചുകൊണ്ട് തലവെട്ടി ജീവനെടുത്തു. ഭാണ്ഡത്തിൽ നിറച്ച ശിരസ് അതിവേഗമെത്തിച്ച പുത്രി ഒരു കുഞ്ഞുപോലും അറിഞ്ഞതില്ല. സാത്താനം ശത്രു നശിച്ചുപോയി, അസീറിയായുടെ സൈന്യങ്ങളും. എല്ലാം കണ്ടിരിക്കുന്ന ദൈവത്തിൻ ജനമേ പറയൂ, നിങ്ങളും കേൾക്കുന്നു ദൈവസ്വരം. വിശ്വാസം പ്രാർത്ഥന ഇവ നൽകും ദൈവകൃപ. ഓരോർമ്മയാ നിൽക്കുന്ന ദൈവകൃപ ഇന്നും അലയടിക്കുന്നു. ഓരോർമ്മയായി നിൽക്കുന്ന ദൈവകൃപ ഇന്നും അലയടിക്കുന്നു. ഓരോർമ്മയായി നിൽക്കുന്ന ദൈവകൃപ, ഓരോർമ്മയായി നിൽക്കുന്ന ദൈവകൃപ, ഓരോർമ്മയായി നിൽക്കുന്ന ദൈവകൃപ. ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ? അതെ, നാം എല്ലാവരും അപരൻ്റെ കാവൽക്കാരനാണ്. നഷ്ടപ്പെട്ടു പോയ ഇത്തരം മൂല്യങ്ങളെ ഓർമ്മിപ്പിക്കാനെത്തുന്നു സ്റ്റാനിയ വിനു. നിന്റെ സഹോദരനെവിടെ? നിന്റെ സഹോദരനെവിടെ? നിന്റെ സഹോദരനെവിടെ? ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനാണോ? തിന്മ നിൻ പടിയിൽ കാത്തിരിപ്പൂ, നിന്നെ വിഴുങ്ങുവാൻ പാർത്തിരിപ്പൂ. തിന്മ നിൻ പടിയിൽ കാത്തിരിപ്പൂ, നിന്നെ വിഴുങ്ങുവാൻ പാർത്തിരിപ്പൂ. ജാഗ്രതയോടെ നീ നീങ്ങിയില്ലെങ്കിലോ സത്യമായി വീണിടും ഓർത്തിടേണം. ജാഗ്രതയോടെ നീ നീങ്ങിയില്ലെങ്കിലോ സത്യമായി വീണിടും ഓർത്തിടേണം.
ഗൗരവം നൽകിടാതെ ദൈവം പറഞ്ഞൊരു വാക്കുകൾക്കോ തെല്ലുമേ ഗൗരവം നൽകിടാതെ ദുഷ്ടതയ്ക്കുള്ളിൽ ഇടം കൊടുത്തു. സോദരനെതിരായ പക ജ്വലിച്ചു. പാടത്ത് വച്ചെന്ന് തക്കത്തിലവനാ പാവമാവേലിനെ കൊന്നുവല്ലോ. പാടത്ത് വച്ചെന്ന് തക്കത്തിലവനാ പാവമാവേലിനെ കൊന്നുവല്ലോ. ഭൂമിയിലാദ്യമായി സോദര ചോരയ്ക്കു കാരണമായവൻ ശാപമേറ്റു. ദൈവം ശപിച്ചു കായേനെ ഭൂമിയിൽ എങ്ങുമലയുവാൻ പറഞ്ഞയച്ചു. ദൈവം ശപിച്ചു കായേനെ ഭൂമിയിൽ എങ്ങുമലയുവാൻ പറഞ്ഞയച്ചു. കായേന്റെ മക്കളീ ഊഴിയിൽ സോദര ചോരയെന്നെന്നും ചൊരിഞ്ഞിടുമ്പോൾ കായേന്റെ മക്കളീ ഊഴിയിൽ സോദര ചോരയെന്നെന്നും ചൊരിഞ്ഞിടുമ്പോൾ ഓർക്കേണമീശ്വര